സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുള്ളതിനാൽ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകാനുണ്ട്. ഗോപാൽ, ഇപ്പോൾ പറയൂ, ഏതൊക്കെ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത? എങ്ങനെയാണ് അലർട്ടുകൾ? ഷിഹാസ്, ശ്രുതി, ഇന്ന് സംസ്ഥാനത്ത് മഴ തുടരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത്. അതിന്റെ ഭാഗമായി തന്നെ 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലിനും വേഗതയേറിയ കാറ്റിനുമുള്ള സാധ്യത കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും തീരപ്രദേശങ്ങളിൽ അടക്കം ജീവിക്കുന്നവർ കാറ്റ് വീശാനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന അറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. കേരള തീരത്ത് ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതിനാലും അറബിക്കടലിലുള്ള ചക്രവാത ചുഴിയുടെ സാന്നിധ്യത്തിലുമാണ് ഇപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മഴ ശക്തമാകുന്നത്. പക്ഷേ നിലവിലെ അറിയിപ്പ് പ്രകാരം നാളെ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരുപക്ഷെ മഴയുടെ സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണവും ഒക്കെ വെച്ച് മഴ മുന്നറിയിപ്പ് നാളെ വരും ദിവസങ്ങളിലുമുള്ളത് മാറിമറിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ നാളെ മുതലുള്ള ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ് ഒന്നും തന്നെ പ്രവചിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ചെറുതായൊന്ന് മുൻകരുതലുകൾ സ്വീകരിച്ചേക്കണം. ഒരു അപകട സാധ്യത ഇല്ല എങ്കിൽ പോലും അതിനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ശരി, ഗോപാൽ ശീലാസനലാണ് ഇപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കേണ്ട കാലാവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.